ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നല്ല വേനൽ ചൂട് കടുത്തു വരുന്ന ഒരു സമയത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാരം നമുക്ക് റെഡിയാക്കി എടുത്താലോ? പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു കിടിലൻ സംഭാരം റെഡിയാക്കി എടുക്കാം. പച്ചമാങ്ങ സംഭാരത്തിനായിട്ട് ഞാനൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. മേലത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സംഭാരം റെഡിയാക്കാനായിട്ട് ഒരു ജാറിലേക്ക് ഇതാ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, രണ്ട് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു അത്യാവശ്യം കുറച്ച് എരിവുള്ള കാന്താരി മുളക് 2 എണ്ണം ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതലുള്ളതാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങേന്റെ പുളി അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിതൊരു 3 പേർക്ക് കുടിക്കാനുള്ള ഒരു സംഭാരമായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ടാണ് ഒരു വലിയൊരു മാങ്ങ എടുത്തിട്ടുള്ളത്. നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് മാങ്ങയുടെ അളവും കൂട്ടേണ്ടി വരും. ലാസ്റ്റ് ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു വലിയൊരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 3 പേർക്ക് കുടിക്കാനുള്ളതിന് അളവിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല തണുത്ത വെള്ളം വേണ്ട നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. വേനൽ ചൂടൊക്കെ കൂടി വരുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസ് ഇത് സംഭാരമാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മിക്സിയിലിട്ടിട്ട് ഒരുപാട് സമയം അടിച്ചെടുക്കരുത്. ജ്യൂസ് ഒന്ന് അടിക്കുന്ന പോലെ അത്ര സമയം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 15 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അടിച്ചെടുത്തതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്ന് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ അടിച്ചെറിയുമ്പോൾ ഈ മാങ്ങയുടെ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞൊരു പരിപ്പോട് കൂടിയിട്ട് മേലെ ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഈ ജാറിൽ ഇങ്ങനെ തന്നെ വെക്കണം. അപ്പോഴാണ് നമ്മൾ ആ ചേർത്ത് കൊടുത്ത കാന്താരി മുളകിന്റെ എരിവും ഇഞ്ചിന്റെ ഒരു ഫ്ലേവറൊക്കെ ഈ സംഭാരത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ. പന അടിച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അരിപ്പേരൊന്ന് അരിച്ചെടുക്കാം. പച്ചമാങ്ങ സംഭാരം അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുടിക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു 3-4 ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് കുടിക്കാൻ എടുത്ത നല്ലൊരു ദാഹശമനി ഇട്ടത്. നമുക്ക് ആരോഗ്യത്തിനും കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ ആ വേനൽ ചൂടൊന്ന് ശമിക്കാനും നല്ലൊരു ജ്യൂസോ അല്ലെങ്കിൽ സംഭാരം ഒക്കെ ആയിട്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ. എല്ലാവരും വീട്ടിൽ ഇപ്പൊ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട്